തടസ്സങ്ങളെല്ലാം മറികടന്ന് നിർമ്മാണ ഘട്ടത്തിലേക്ക് കടന്ന വയനാട് തുരങ്കപാത കേരള ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വികസന പദ്ധതിയാണ്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും തുരങ്കപാത വലിയ ചർച്ചാ വിഷയമാകും. മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യമാണ് പദ്ധതി തുടങ്ങാൻ വഴിയൊരുക്കിയതെന്ന താമരശ്ശേരി ബിഷപ്പിന്റെ പ്രതികരണവും ഇടത് സർക്കാരിന്റെ വികസന കുതിപ്പിനുള്ള കയ്യടിയായി. വിമർശനങ്ങളും എതിർപ്പുകളും സാങ്കേതിക നൂലാമാലകളും മറികടന്നാണ് വയനാട്ടിലേക്കുള്ള പുതിയ പാത തുറക്കുന്നത്. ചുരം ബദൽ പാതകളെക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നതിനിടയിൽ കഴിഞ്ഞ UDF സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് തുരങ്കപാത വിഷയവും ചൂടേറിയ ചർച്ചാ വിഷയമായി മാറിയത്. ധനകാര്യമന്ത്രിയായിരുന്ന ശ്രീ KM മാണിയെ സമീപിച്ചു. ആദ്യത്തെ സർവേക്കുള്ള പണം ബജറ്റിൽ കൊള്ളിക്കുവാൻ ധനകാര്യമന്ത്രി ശ്രീ KM മാണി തയ്യാറായി. അന്ന് തുടങ്ങിയ ചർച്ച യാഥാർത്ഥ്യത്തിലേക്ക് എത്തിച്ചതിന് മുഖ്യമന്ത്രിക്ക് ബിഷപ്പിന്റെ നന്ദി. അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ തുരങ്കപാത LDFന്റെ പ്രധാന പ്രചാരണായുധമാകുമെന്നതിൽ തർക്കമില്ല. അതിന് ഒരു മുഴം മുൻപേ മറ്റ് ബദൽപാത വിഷയങ്ങളും UDF ചർച്ചയ്ക്കായി തുറന്നിട്ടു. ഞങ്ങൾക്ക് ഈ തുരങ്കപാതയോടൊപ്പം ഒന്ന് വയനാട് ചുരത്തിനുള്ളതായിരിക്കുന്ന ബൈപ്പാസും 2 പടിഞ്ഞാറത്തറ കോഴിത്തോട് റോഡും കൂടെ ഇതിന്റെ കൂടെ പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കാനുള്ള നടപടികൾക്ക് സർക്കാരിന്റെ എല്ലാ തലത്തിലുള്ള പിന്തുണയും ഉണ്ടാകണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥനയാണ്. 4 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്ന പദ്ധതിക്ക് വിവാദങ്ങൾ ഒഴിവാക്കാൻ മുഖ്യമന്ത്രിയുടെ തന്നെ നേരിട്ടുള്ള മേൽനോട്ടവും ഉണ്ടാകും. റിപ്പോർട്ടർ, കോഴിക്കോട്.